അള്ളാഹുവിന്റെ പരിശുദ്ധമായ അനുഗ്രഹം കൊണ്ട് ഒരു റജബ് മാസം കൂടി സ്വീകരിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. പുതിയ പ്രതിജ്ഞകൾ എടുക്കാനും തെറ്റുകൾ തിരുത്താനും ഒരുപാട് സുഹൃതങ്ങൾക്ക് തുടക്കം കുറിക്കാനൊക്കെ പറ്റിയ നല്ല മാസമാണ് റജബ് മാസം. റജബ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ആദരവുള്ളത്, ബഹുമാനമുള്ളത് എന്നതാണ്. ഈ മാസത്തിന് ഷഹ്റുല്ലാ എന്നൊരു പേര് പറയപ്പെടുന്നുണ്ട്. അള്ളാഹുവിന്റെ മാസം എന്ന് പറഞ്ഞാൽ അത്രമാത്രം പരിശുദ്ധമായ, പവിത്രമായ, ബഹുമാനമുള്ള മാസം എന്നാണ് അതുകൊണ്ട് ആത്യന്തികമായി ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ റമളാൻ ഷരീഫിനെ സ്വീകരിക്കാൻ 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാ അർത്ഥത്തിലും നമ്മൾ തയ്യാറെടുക്കണമെന്ന് ഈ മാസം നമ്മെ ഉണർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മാസം കടന്നു വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണേ പടച്ചോനെ. വിശുദ്ധമായ റമളാൻ ഷരീഫിലേക്ക് ഞങ്ങൾക്ക് ആയുസ് നീട്ടിത്തരണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ റജബ് നമ്മളിലേക്ക് കടന്നു വരുന്നതിന്റെ തൊട്ട് മുമ്പ് നമ്മളുമായി ബന്ധപ്പെട്ട പലരും വിട പറഞ്ഞു പോയിട്ടുണ്ട്. 209 ആളുകൾക്ക് ഇന്ന് നമുക്ക് മയ്യിത്ത് നിസ്കരിക്കാനുണ്ട്. അല്ലാഹു തആല മരിച്ചുപോയവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താണ് റജബിലെ ബർക്കത്ത്? എന്തിനാണ് റജബിലും ശഅബാനിലും ബർക്കത്തിന് വേണ്ടിയിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുന്നത്? എന്താണ് ബർക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിശാലമായ ടോപ്പിക്കാണ്. നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ ബർക്കത്ത് എന്നത് യഥാർത്ഥത്തിൽ അത് അനുഭവിച്ചു മനസ്സിലാക്കേണ്ട കാര്യമാണ്. പലപ്പോഴും പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുകൊള്ളണമെന്നില്ല, മനസ്സിലായിക്കൊള്ളണമെന്നില്ല. വരച്ച് കാണിച്ചു കൊടുക്കാനോ ചിലപ്പോഴൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനോ സാധിക്കാത്ത ഒരു പ്രത്യേകമായ അനുഭൂതിയാണ് ബർക്കത്ത്. അത് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് അധ്യായങ്ങൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബർക്കത്ത് പടച്ചറബിനോട് ചോദിച്ചു വാങ്ങിക്കൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് റജബ് മാസം അള്ളാഹുവിനോട് ബർക്കത്ത് ചോദിച്ചു വാങ്ങേണ്ട ദിവസമാണ്. എന്താണ് ബർക്കത്ത്? ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, എന്റെ ഉപ്പയായ അബ്ദുല്ലാ ഉഹദ് യുദ്ധത്തിലേക്ക് പുറപ്പെടുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, മോനെ, ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. എനിക്ക് ഒരേ ഒരു ആശങ്ക മാത്രമേ ഉള്ളൂ, അത് എന്റെ കടമാണ്. എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട്. ഈ യുദ്ധത്തിൽ ഞാൻ ഷഹീദായാൽ എന്റെ കടം നീ ഏറ്റെടുത്ത് എന്ത് ചെയ്യണം? അത് പ്രത്യേകം വീട്ടണം. നമുക്ക് കുറച്ച് ഈത്തപ്പന തോട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഈത്തപ്പന തോട്ടത്തിൽ നിന്ന് ഈത്തപ്പന ശേഖരിച്ച് എന്റെ കടക്കാർക്ക് മുഴുവനും കൊടുക്കണം. പ്രത്യേകം വസീയത്ത് ചെയ്യുകയാണ്. ഉപ്പയായ അബ്ദുല്ലാ ഉഹുദിന്റെ രണാങ്കണത്തിൽ പങ്കെടുക്കുകയാണ്. ഉഹുദിന്റെ രണാങ്കണത്തിൽ ആദ്യം ഷഹീദായി വീഴുന്നത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ആണ്. യുദ്ധം കഴിഞ്ഞു. പ്രിയപ്പെട്ട മകൻ പറയുന്നു, ഉപ്പയുടെ വസിയത്ത് പ്രകാരം അതെ, ഞാൻ വീട്ടിലേക്ക് വരികയാണ്. ഉപ്പ ഏൽപ്പിച്ചത് അവിടുത്തെ കടം വീട്ടാനാണ്. ഞാൻ മുത്തനബിയെ സമീപിച്ചിട്ട് പറഞ്ഞു, നബിയെ, എന്റെ ഉപ്പാക്ക് ഒരുപാട് കടമുണ്ട്, ഞാൻ ഇന്ന് പോവുകയാണ്. ഉപ്പയുടെ ഈത്തപ്പന തോട്ടത്തിൽ നിന്ന് ഈത്തപ്പഴമൊക്കെ ശേഖരിച്ച് ഉപ്പാന്റെ കടം വീട്ടാനാണ് ഞാൻ പോകുന്നത്. അപ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ, ഈത്തപ്പഴമൊക്കെ ശേഖരിച്ച് വെച്ചതിന് ശേഷം എന്നെ വിവരം അറിയിക്കണം. ഞാൻ വന്നതിനു ശേഷം കടക്കാർക്ക് കൊടുത്താൽ മതി. അങ്ങനെ ഈ പ്രിയപ്പെട്ട മകനായ ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഈത്തപ്പഴം മുഴുവനും ശേഖരിക്കുകയാണ്. കുറെ ഈത്തപ്പഴം കൂട്ടിവെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ ഒരുമിച്ച് കൂട്ടപ്പെട്ട ഈത്തപ്പഴത്തിനേക്കാളും കൂടുതൽ കടബാധ്യത മരിച്ചുപോയ ഉപ്പയായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവരം അറിയിക്കുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ആ ഈത്തപ്പഴ കൂമ്പാരത്തിന്റെ ചുറ്റിൽ 3 വട്ടം ഇങ്ങനെ നടന്നുകൊണ്ട് പ്രത്യേകം ബർക്കത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, പ്രത്യേകം ആശീർവദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്. കടക്കാർ വരികയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു കടം കൊടുത്തു വിട്ടേണ്ട ആളുകൾ ഓരോരുത്തരായി വന്ന് അവർക്കൊക്കെ ആവശ്യമുള്ള, അവരുടെ കടത്തിന് ആവശ്യമുള്ള ഈത്തപ്പഴം മുഴുവനും കൊടുക്കുകയാണ്. എല്ലാ കടക്കാരെയും പിരിച്ചു വിട്ടിട്ടും ഈത്തപ്പഴത്തിനൊരു കുറവുമില്ല. കണ്ടോ നിങ്ങൾ, ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അത് അഭൗതികമായ പ്രത്യേകം ഒരു നിഅമത്താണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുറെ സാലറി ഉണ്ടാവുക എന്നുള്ളതല്ല, കുറെ
സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതല്ല, ഉള്ള സൗകര്യം കൊണ്ട് എല്ലാം തികയുക എന്നുള്ളതാണ്, ഉള്ള സമ്പത്ത് കൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കുക എന്നുള്ളതാണ്, ഉള്ള മക്കൾ എല്ലാ അർത്ഥത്തിലും നമുക്ക് ഉപകാരപ്പെടുക എന്നുള്ളതാണ്. ആയുസ് ഒരു പക്ഷേ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. ആ ചുരുങ്ങിയ ആയുസിനുള്ളിൽ എത്രമാത്രം സൽപ്രവർത്തനങ്ങളാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. ഇതൊക്കെയാണ് ബറക്കത്തിന്റെ ലക്ഷണങ്ങൾ. 10 മക്കളുണ്ടായാൽ പക്ഷെ 10 മക്കൾക്ക് ബറക്കത്തില്ലെങ്കിൽ അപ്പാക്ക് സുഖമില്ല, ഉമ്മാക്ക് സുഖമില്ല. വാർദ്ധക്യ ദശയിലെത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വീട്ടിലുണ്ട്. 10 മക്കളുണ്ടായിട്ട് എന്താ, ഒരൊറ്റ മക്കളും തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു മകൻ UK-യിലാണ്, മറ്റൊരു മകൻ USA-യിലാണ്, വേറൊരു മകൻ നെതർലാൻഡിലാണ്. ഇങ്ങനെ വ്യത്യസ്തമായ പല ഭാഗങ്ങളിലാണ്. പാവപ്പെട്ട വാർദ്ധക്യ ദശരത്തെ ഉപ്പയും ഉമ്മാക്കും മരുന്നെടുത്തു കൊടുക്കാൻ പോലും ആളില്ലാതെ പാവപ്പെട്ടവർ മരിച്ചു പോകുമ്പോ ബർക്കത്തില്ലാത്ത മക്കളുടെ ലക്ഷണമാണത്. അതേസമയം ഒരു മകനെ ഉള്ളൂ അല്ലെങ്കിൽ ഒരു മകളെ ഉള്ളൂ, അത് മതിയാകും. ബർക്കത്തുള്ള മക്കളാണെങ്കിൽ അവർ ജോലിക്ക് പോകും, ഉപ്പാനെ ശുശ്രൂഷിക്കും, അവരെന്നെ മതിയാകും മരുന്നെടുത്തു കൊടുക്കാനും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കൊടുക്കാനും ഉപ്പാക്ക് വേണ്ട ശുശ്രൂഷകളൊക്കെ പരിചരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും ആ മകൻ മതി. പ്രിയപ്പെട്ടവരെ, ബർക്കത്തുള്ള മക്കളുടെ ലക്ഷണമാണത്. അതുകൊണ്ട് കുറേ സമ്പത്തുണ്ടാവുക എന്നുള്ളതല്ല, ഉള്ള സമ്പത്തിൽ ബർക്കത്തുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ കടങ്ങൾ ഉണ്ടാവുകയില്ല, കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും. വീട്ടിൽ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, വീട്ടിൽ സമാധാനമാണ്, ഐശ്വര്യമാണ്, സന്തോഷമാണ്, അനൈക്യങ്ങളില്ല, അസ്വാരസ്യങ്ങളില്ല, കുറ്റപ്പെടുത്തലുകളില്ല, തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അവസ്ഥകളില്ല. ബർക്കത്തുള്ള വീടിന്റെ ലക്ഷണമാണത് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതെ, സമ്പത്തിൽ ബർക്കത്തില്ലെങ്കിൽ കുറെ സമ്പത്ത് കിട്ടും, പൈസ ഒരുപാട് വരുന്നുണ്ട്, പക്ഷെ എന്നും ഹോസ്പിറ്റൽ കേസാണ്, എന്നും മരുന്ന് വാങ്ങുകയാണ്. ബർക്കത്തില്ലാത്ത സമ്പത്തിന്റെ ലക്ഷണമാണത്. അതുകൊണ്ട് ബർക്കത്ത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പ്രത്യേകം ചോദിച്ചു വാങ്ങേണ്ട മാസമാണ് റജബും ശഅബാനും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജീവിതം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, മദീനയിലെ അൻസാറുകൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സ്വഹാബത്തിന് പുതിയ കൃഷിയിൽ നിന്ന് പുതിയ ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ, പുതിയ ഈത്തപ്പഴം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പുതിയ രൂപത്തിലുള്ള വസ്തുക്കളൊക്കെ കിട്ടുമ്പോൾ, ആ പുതിയ വസ്തുക്കളിൽ നിന്ന്, പുതിയ കായ്കനികളിൽ നിന്ന്, പുതിയ ധാന്യങ്ങളിൽ നിന്ന്, പുതിയ ഈത്തപ്പഴത്തിൽ നിന്ന് ആദ്യം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സമീപത്തേക്ക് കൊണ്ടുവന്ന് കൊടുക്കും, മുത്തനബിക്ക് കൊടുക്കും, അല്ലെങ്കിൽ മസ്ജിദുൻ നബവിക്ക് കൊടുക്കും, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി കൊടുക്കും. അതങ്ങനെയാണ് പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയായിരുന്നു. ആദ്യമുണ്ടായ ഫലം, ആദ്യമുണ്ടായ പഴം, ആദ്യമുണ്ടായ വിളവെടുപ്പ്, അതിൽ നിന്ന് ഒരു ഓഹരി പള്ളിയിലേക്ക് കൊടുക്കുന്ന സമ്പ്രദായം പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാദങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു കൊടുക്കും. അല്ലാഹും ബാരിക് ലനാ ഫീ സമരിനാ വബാരിക് ലനാ ഫീ മുദ്ദിനാ വസ്വാഇനാ വഫീ മദീനത്തിനാ. ഈ രൂപത്തിൽ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാദങ്ങൾ അവരുടെ കൃഷിയുടെ ബർക്കത്തിന് വേണ്ടിയിട്ട്, അവരുടെ ഫലങ്ങളുടെ ബർക്കത്തിന് വേണ്ടിയിട്ട്, അളവ് പാത്രങ്ങളിലും അളക്കുന്നതിലൊക്കെയുള്ള ബർക്കത്തിന് വേണ്ടിയിട്ട്, അവരുടെ